പാർവതി, നീ എന്തിനാ ജാസ്മിന് വിവാഹയോഗം ഇല്ല എന്ന് പറഞ്ഞത്? ജാസ്മിന് അങ്ങനെ ഒരു യോഗം ഇല്ലാന്ന് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. ഞാൻ പറയാത്തതിന്റെ പൊരുൾ എന്താണെന്ന് പിന്നീട് ജാസ്മിന് മനസ്സിലാവും. അതെപ്പോ പറഞ്ഞാല് നീ എന്തുദ്ദേശിച്ചാ അത് പറഞ്ഞെന്ന് എല്ലാരും കേക്കട്ടെ. ഞാൻ പറഞ്ഞത് കേട്ട് ജാസ്മിൻ ഇപ്പൊ തന്നെ നിലതെറ്റി നിൽക്കുക. കൂടുതൽ വിശദീകരിച്ച ജാസ്മിന് അത് വീണ്ടും വിഷമാവും. ജാസ്മിൻ ഒന്ന് തണുക്കട്ടെ. അപ്പോ ഞാൻ തന്നെ ഇവളോട് ഞാൻ പറഞ്ഞതിന്റെ കാരണം വ്യക്തമാക്കി കൊടുത്തോളാം. എന്താ അതുപോരെ? അത് മതി. നല്ലൊരു ദിവസമായിട്ട് ഏതായാലും വഴക്കും വിഷമവും വേണ്ട. ജാസ്മിൻ, നീ ക്ഷോഭിക്കുകയും പ്രയാസപ്പെടുകയൊന്നും വേണ്ട. എന്തിനും ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. അതിന് നീ തയ്യാറാവണമെന്ന് മാത്രം. എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനേ എനിക്കറിയാം. ആ പരിഹാരം ഞാൻ കണ്ടിട്ടുമുണ്ട്. അതിന് നിന്റെ ഉപദേശമൊന്നും പല്ലവി, ഇന്ന് സർക്കസ് കളിക്കാം. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇവക്കിതെന്താ പറ്റിയേ? എന്താ മോളെ, നിന്റെ കാലിന് സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്താ നിനക്ക് നടക്കാനൊരു ബുദ്ധിമുട്ട്? ഒന്നുമില്ല. ഇതേ അമ്പലത്തിൽ നിന്ന് കിട്ടിയ തിരുക്കല്യാണത്തിന്റെ പ്രസാദോ. നീ ഇതങ്ങ് വാങ്ങിച്ചേ. ഈശ്വര, ചെരുപ്പിട്ടോണ്ട് എങ്ങനെയാ അമ്പലത്തിലെ പ്രസാദം വാങ്ങുന്നേ? ഷോ, ആകെ കുഴപ്പമായല്ലോ. പ്രസാദം വാങ്ങു പല്ലവി. അത് പ്രസാദം ഇത് വേണ്ട. പ്രസാദം വേണ്ടേ? പല്ലവി, നീ എന്ത് ധിക്കാരി പറയുന്നേ? ദേവിയുടെ പ്രസാദം നീ നിഷേധിക്കുന്നത്. ഇത് വാങ്ങിക്കേ പല്ലവി, പ്രസാദം വാങ്ങിക്കേ.
ചാച്ചി പാർവതി, ദൈവം വിധിക്കുന്നവർക്കേ പ്രസാദത്തിനുള്ള യോഗം ഉണ്ടാവൂ. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി. ചേച്ചി പല്ലവിക്ക് ഒരു അബദ്ധം പറ്റിയല്ലേ, നീ ഒന്ന് ക്ഷമിക്ക. നീ പ്രസാദം കൊടുക്കുന്ന കാര്യം ഇവൾക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഇവള് ചെരുപ്പിട്ടോണ്ട് വന്നത്. ശരി, സമ്മതിച്ചു. എന്റെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ അവൾ ആര്? ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന പാർവതി ഇപ്പോൾ നോവെടുത്ത് തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ഇവിടെ നിന്ന് ഇത്രയ്ക്ക് ധൈര്യം കിട്ടിയത്? എന്തായാലും അവളെ ഇങ്ങനെ വളരാൻ വിടാൻ പാടില്ല. അവളുടെ പത്തി അടിച്ചൊതുക്കണം. അവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചോടിക്കണം. ഇല്ല, അവളെ ഇവിടെ നിന്ന് ഓടിച്ചാൽ മാത്രം പോരാ, അവളെ കൊല്ലുക തന്നെ വേണം. നിക്കണേ അവിടെ. എന്താ ജാസ്മിൻ, നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കല്യാണം നടക്കില്ലെന്ന് ആ പൂജയിൽ വെച്ച് നീ എന്തിനാ പറഞ്ഞത്? ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോ നീ ചിരിക്കുന്നോ? ജാസ്മിൻ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോട്ടെ. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എന്റെ കല്യാണം നടക്കില്ലെന്ന് പ്രവചിക്കാൻ നീ ആരാടി? വിശാലിനെ എനിക്ക് കിട്ടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം കൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? അതോ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ? എന്റെ ജാസ്മിനെ, വിശാൽ സാറിനെ നീ തട്ടിയെടുക്കുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. വിശാൽ സാറിനെ ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും നിനക്ക് കിട്ടാനും പോകുന്നില്ല. ആ ആത്മവിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട്. ഇനി എത്ര ജന്മം എടുത്താലും വിശാൽ സാറ് എനിക്കുള്ളത് തന്നെയാ, എനിക്ക് മാത്രം. അത് നിന്റെ വ്യാമോഹമാണ് പാർവതി. വിശാലൊത്ത് വാഴാമെന്നുള്ള നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. അത് നടക്കില്ല. ഈ ജാസ്മിൻ അതിന് അനുവദിക്കില്ല. വിവാഹയോഗം ഇല്ലാത്ത നിന്റെ വെല്ലുവിളിക്ക് ഞാൻ എന്തിനും ചെവിയോർക്കണം? എന്തിനു മറുപടി പറയണം?
വീണ്ടും വീണ്ടും വിവാഹയോഗം ഇല്ലാന്ന് പറഞ്ഞ് നീ എന്നെ കുത്തി വേദനിപ്പിക്കാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞതേ നടക്കാൻ പോകുന്ന സത്യം, യാഥാർത്ഥ്യം. അത് നിന്നെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. വിവാഹയോഗമില്ലെന്ന് കേട്ടാൽ ഏത് അവിവാഹിതയായ പെണ്ണിനും സങ്കടം തോന്നും. അത് സ്വാഭാവികമാണ്. എത്രയൊക്കെ ആയാലും ജാസ്മിനും ഒരു പെണ്ണല്ലേ. നിർത്ത. നിന്റെ സഹതാപമൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് കല്യാണം വിധിച്ചിട്ടില്ലെന്ന് നാവെടുത്ത് വളയ്ക്കാൻ നീ ആരടി? ദുർമന്ത്രവാദിനിയോ? നീ പ്രവചിച്ചാൽ ഉടൻ നശിക്കുന്നതാണോ എന്റെ ഭാവി? നീ പ്രവചിക്കുന്നതെല്ലാം സംഭവിക്കുന്നതാണോ നീ കരുതുന്നേ? എന്താടി, ഞാൻ ചോദിച്ചതിനൊന്നും നിനക്ക് മറുപടിയില്ലേ? എനിക്ക് ഭാവിയെക്കുറിച്ച് കിട്ടിയ സൂചനകൾ ഞാൻ ജാസ്മിനോട് എങ്ങനെ പറയും? കൂടുതലൊന്നും ഇവളോട് തെളിച്ചു പറയണ്ട. എന്റെ വിവാഹം നടക്കില്ലെന്ന് നീ എങ്ങനെ പ്രവചിച്ചത്? അതെനിക്കറിയണം. ജാസ്മിൻ, നീ വിശാൽ സാറിനെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ശപഥം എടുത്ത് നടക്കുകയല്ലേ? വിശാൽ സാറിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ വിവാഹം വേണ്ടെന്നല്ലേ നിന്റെ തീരുമാനം? ഏതായാലും വിശാൽ സാറിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. അപ്പൊ നീ എന്ത് ചെയ്യും? നീ കല്യാണം കഴിക്കാതെ ഇരിക്കും. നിന്റെ വിവാഹയോഗം നീയായിട്ട് തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിനക്ക് വിവാഹയോഗം ഇല്ലാന്ന്. അല്ലാതെ ഭാവി പ്രവചിക്കാനുള്ള അമാനുഷിക ശക്തിയൊന്നും എനിക്കില്ല ജാസ്മിൻ. അതുകൊണ്ട് ജാസ്മിൻ, ഞാൻ പറയുന്നത് നീ നല്ല ബുദ്ധിയോടെ കേൾക്കൂ. ആദ്യം നീ നിന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകളൊക്കെ അങ്ങ് കളയും. വിശാൽ സാറിനെ വിവാഹം കഴിക്കുള്ളൂ എന്ന നിന്റെ പ്രതിജ്ഞ മറക്കണം. എന്നിട്ട് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരാണിനെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാവ്. അപ്പോ നിന്റെ മംഗല്യയോഗം തെളിയും. ഹെടി, എന്റെ ശബ്ദം ഞാൻ മാറ്റി കുറിക്കണമെങ്കിലേ സൂര്യൻ അങ്ങ് പടിഞ്ഞാറുദിക്കണം. ഈ ജന്മത്തില് ജാസ്മിന് ഒരു വിവാഹമേ ഉള്ളൂ. അത് വിശാലുവത്തായിരിക്കും. ഈ ആയുസില് ഒരാള് മാത്രമേ എന്റെ കഴുത്തില് താലി കെട്ടു. അത് വിശാലായിരിക്കും. പാർവതി, നിന്നെ കൊന്നിട്ടായാലും ശരി വിശാലിനെ ഞാൻ എന്റെ ഭർത്താവാക്കിയിരിക്കും. ജാസ്മിനെ, നിനക്കേ കടുത്ത മനോരോഗം. അതിന് ഉടനെ ചികിത്സ നേടുന്നതാവും നല്ലത്. അല്ലെങ്കിൽ മൂത്ത് നരച്ച് നീ കുഴിയിൽ പോകുന്ന നേരത്തും വിശാൽ സാറിനെ ധ്യാനിച്ച് നീ കാലം കഴിക്കേണ്ടി വരും. ചേച്ചി പരിചയമില്ലാത്ത നമ്പറാണല്ലോ പ്രതാപ. ചേച്ചി അറ്റൻഡ് ചെയ്യ്. എന്നിട്ട് ആരാന്ന് ചോദിക്കും. അറ്റൻഡ് ചെയ്യ്. ഹലോ. ഹലോ, പ്രഭാവതി. അതെ, പ്രഭാവതിയാണ്. ഈ ശബ്ദം നിനക്ക് പരിചയമുണ്ടോ? സംസാരിക്കേ. കൊല്ലം 10-16 നീ മറന്നു കാണും. നിങ്ങൾ ആരാ? ചേച്ചി സ്പീക്കർ സ്പീക്കർ സ്പീക്കർ. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന്? പ്രഭാവതി, ഞാൻ നിന്റെ ഭർത്താവാണടി. ശേഖരമേനോൻ.
ശേഖരമേനോൻ? എന്താ ആ പേര് നീ മറന്നോ? ആദ്യം നീ എന്നെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി. പിന്നെ ഇല്ലാത്തൊരു കൊലക്കുറ്റം ചുമത്തി നീ എന്നെ ജയിലിലാക്കി. അതോടെ ഞാൻ തീർന്നു നീ കരുതി അല്ലേ? പിന്നെ എന്നെ എന്തിനോർക്കണം അല്ലേ പ്രഭാവതി? അല്ല, ഒരിക്കലുമല്ല. ശേഖരേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനല്ല ശേഖരേട്ടനെ ജയിലിലേക്ക് അയച്ചത്. ചേട്ടൻ എന്നെ വിശ്വസിക്കണം. പ്രഭാവതി, നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന ഒരു ശേഖരമേനോൻ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പൊ നിന്നോട് സംസാരിക്കുന്ന ശേഖരമേനോനുണ്ടല്ലോ, അത് 14 വർഷങ്ങൾക്ക് മുമ്പ് നീ കണ്ട ശേഖരമേനോൻ അല്ല. ചേട്ടൻ എനിക്ക് ഒരവസരം തരണം. എന്റെ നിരപരാധിത്വം എനിക്ക് ചേട്ടന്റെ മുമ്പിൽ തെളിയിക്കണം. ചേട്ടാ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ അറിയുന്നത് ചേട്ടൻ ജയിലിൽ നിന്ന് റിലീസായെന്ന്. ഓ ശേഖരേട്ടൻ ഇപ്പൊ എവിടെയാ? എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം. പ്രഭാവതി, നീ ആരാണെന്നും നിന്റെ നീക്കങ്ങൾ എന്താണെന്നും എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാനുള്ള പദ്ധതിയായിട്ടായിരിക്കും നീ ഇപ്പൊ കാത്തിരിക്കുന്നത്. നിന്റെ ആ പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിന് നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. അതിനു മുമ്പ് സകലത ഞാൻ പൊളിച്ചടുക്കും. നിന്റെ ചതിയുടെ കഥകൾ ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നീ മഹാറാണിയായി വാഴുന്ന ആ തറവാട്ടിൽ നിന്നും നീ ആട്ടിയിറക്കപ്പെടും പ്രഭാവതി. നീ ആ വീടിന്റെ പടിയിറങ്ങുന്നതിന്റെ അന്ന് എന്റെ കൈകൊണ്ട് നിന്റെ അവസാനമായിരിക്കും. ഓർത്തോ? ചേച്ചി, അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. അയാൾ ഇവിടെ വന്ന് കയറി വല്ലതും വിളിച്ചു പറഞ്ഞാലേ നമ്മളീ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവില്ലേ? അയാളെ തീർക്കണം. അയാളെ തീർത്തേ മതിയാവൂ പ്രതാപ. കണ്ടുപിടിക്കണം. അയാൾ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. വിട്. എന്താ ഗാർഗി, എന്താ കാര്യം? നീ കാര്യം പറയൂ. പറയാം. എന്നാ പറയേ. ഞാനൊരു കാര്യം ചോദിച്ചാ പാർവതി സത്യം പറയൂ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഗാർഗി? അതില്ല. പക്ഷേ ഇപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് പാർവതി എനിക്ക് ഉത്തരം തരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞാലല്ലേ എനിക്കും അതിനനുസരിച്ചുള്ള മറുപടി തരാൻ പറ്റൂ. ധർമ്മം ജയിക്കാനായി കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മപുത്രര് വരെ കള്ളം പറഞ്ഞിട്ടുള്ളതാ. അപ്പോ പാർവതിയും കള്ളം പറയൂന്നാണോ? കള്ളം പറയൂന്നല്ല, അപ്രിയ സത്യങ്ങൾ പറയില്ല. അപ്പോ മിക്കവാറും എനിക്ക് നിരാശയായിരിക്കും ഫലം. നീ ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ വിഷയത്തിലേക്ക് വാ ഗാർഗി. എന്താ നിനക്കറിയേണ്ടത്? ഇവിടെ താമസിക്കുന്ന ആ മുത്തശ്ശൻ ആരാ? അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. പാർവതി, നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. അദ്ദേഹം ആരാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. എടി, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? ദേ, പോയി കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. ഇതിനി മറുപടി കിട്ടിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. എന്നാലേ നീ ഉറങ്ങണ്ട. അപ്പോ നീ പറയില്ലെന്നാണോ?
അറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. അതിരിക്കട്ടെ. ആ മുത്തശ്ശൻ ശരിക്കും അന്ധനാണോ, അതോ അന്ധത അഭിനയിക്കുന്നതാണോ? ഞാൻ അദ്ദേഹത്തിന്റെ ചില കള്ളത്തരങ്ങൾ ഒരിക്കൽ കണ്ടിരുന്നു. അതുകൊണ്ടാ ഞാനിതൊക്കെ നിന്നോട് ചോദിക്കുന്നത്. നീ എന്ത് കണ്ടു നീ പറയുന്നേ? എന്നോട് അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്ന് മുത്തശ്ശൻ ആവശ്യപ്പെട്ടു. ആളൊരു സാധുവാണെന്നും കക്ഷി ഇവിടെ വേഷപ്രച്ഛന്നനായി താമസിക്കുന്നത് എന്തോ നല്ല ഉദ്ദേശത്തിനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. അതുകൊണ്ടാ ഞാൻ ഇതൊന്നും ആരോടും പറയാതിരുന്നെ. മുത്തശ്ശനോട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചതാ. പക്ഷേ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ, നീ.